ഹായ് ഗായ്സ്, നമസ്കാരം. നമ്മളിന്നൊരു ട്രെയിൻ യാത്രയിലാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത യാത്ര. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന കൃഷിയിടങ്ങൾ, വളരെ ഭംഗിയുള്ള ഒരു ടെറൈനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോറടിച്ചപ്പം ഇടയ്ക്ക് ഞാൻ നമ്മുടെ മലയാളം അനന്തഭദ്രം മൂവിയൊക്കെ വെച്ച് ഒരു ജർമ്മൻ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 3 മണിക്കൂറായി ഞാൻ യാത്രയിലാണ്. ഇപ്പോഴും ട്രെയിനിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല. ഇതൊരു വീക്കെൻഡ് ആണെന്നാലും ട്രെയിനിൽ വളരെയധികം നിശബ്ദമായിട്ടാണ് ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പതിയെ സിനിമയൊക്കെ കണ്ട് റിലാക്സ്ഡ് ആയിട്ട് പുറത്തേക്ക് നോക്കി ഇടയ്ക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ചില സ്റ്റേഷനുകളിൽ നിർത്തും. മിക്ക സ്റ്റേഷനിലും വളരെയധികം റിമോട്ടാണ്. ചില സ്റ്റേഷനൊക്കെ വളരെ ചെറുതാണ്. 1-2 യാത്രക്കാർ ഇറങ്ങിപ്പോവും. ചിലപ്പം ചിലർ കയറും. പക്ഷേ ട്രെയിൻ 1 മിനിറ്റ് 2 മിനിറ്റ് അവിടെ നിർത്തി പതിയെ മുന്നേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ജർമ്മനിയിലെ റിമോട്ടായിട്ടുള്ള പല സിറ്റികളിലെ ഗതാഗത സർവീസ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അധികം ആൾക്കാരൊന്നും എപ്പോഴും തിക്കി നിറഞ്ഞ് ട്രെയിനിൽ ഉണ്ടാകത്തില്ല. ഇന്ത്യയിലേക്ക് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ട്രെയിൻ സർവീസിലൊക്കെ ഇത്രയും സൈലൻ്റായിട്ട് ഇത്രയും ആൾക്കാരില്ലാത്ത ഒരു സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. നമുക്ക് വളരെ കംഫോർട്ടബിളായിട്ട് സിനിമയൊക്കെ കണ്ട് ചില്ലായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയുള്ള ഒരു വ്യൂ ആണ്. നല്ല പച്ചപ്പ്, തരിശായി കിടക്കുന്ന പാടങ്ങൾ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇതിപ്പം വിൻ്റർ അടുക്കാറായതുകൊണ്ട്, ഏകദേശം സമ്മറൊക്കെ എൻഡ് ആയതുകൊണ്ട് കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിൽ നല്ല വൈഫൈ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ട്രെയിനിലെ വൈഫൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് മൂവീസ് കാണാം, പാട്ട് കേൾക്കാം. അങ്ങനെ ചില്ലായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ എൻ്റെ യാത്രയ്ക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. വീക്കെൻഡ് ബോറടിച്ചിരുന്നപ്പം എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പതിയെ ട്രെയിൻ ഇറങ്ങി ജർമ്മനിയുടെ വെസ്റ്റേൺ മോസ്റ്റ് സിറ്റി ആയിട്ടുള്ള ആഹൻ സന്ദർശിക്കാനാണ് പോകുന്നത്. ആഹൻ എന്ന് പറയുന്നത് ഒട്ടുമിക്ക മലയാളികൾക്കും, ഒട്ടുമിക്ക ജർമ്മനിയിൽ താമസിക്കുന്ന സ്റ്റുഡൻസിനും അറിയാവുന്ന ഒരു സിറ്റിയാണ്. ജർമ്മനിയിലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു യൂണിവേഴ്സിറ്റി ഈ സിറ്റിയിലാണുള്ളത്. RWTH എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കേൾക്കാത്തവരായി നമ്മളെല്ലാവരും ഉണ്ടാകത്തില്ല. അപ്പം ഞാനിന്ന് RWTH കാണാൻ വേണ്ടി വന്നതല്ല. ഞാൻ ജസ്റ്റ് ആഹൻ സിറ്റിയും ഇതിൽ ഫേമസ് ആയിട്ടുള്ള 1-2 കത്തീഡ്രൽ, പിന്നെ ചെറിയ 2 സ്ഥലങ്ങൾ, ഇതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഈ സിറ്റിയിലേക്ക് വന്നത്. സിറ്റി വളരെ ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. സിറ്റി വളരെ പ്ലാൻഡ് എന്ന് വേണേൽ പറയുന്നത്. ഈ സിറ്റി ഏകദേശം ഒരു 1000 ഇയേഴ്സിന് മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത സിറ്റി ആണെങ്കിലും അപ്പോഴേ അവരുടെ ആ ഒരു സിറ്റി കൺസ്ട്രക്ഷൻ മെത്തേഡ്സൊക്കെ ഭയങ്കര അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു വീക്കെൻഡാന്ന് പറഞ്ഞാലും സിറ്റിയിലൊന്നും അധികം ആൾക്കാരൊന്നുമില്ല. വളരെ കാമാണ്, വളരെ പീസ്ഫുള്ളാണ്. 1-2 ആൾക്കാർ കണ്ടാലായി. അല്ലാതെ അങ്ങനെ ഭയങ്കര കടകളിലാണെങ്കിലും അല്ലെങ്കിൽ സിറ്റിയോടനുബന്ധിച്ചിട്ടുള്ള മെയിൻ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അധികം ആൾക്കാരൊന്നും. പിന്നെ ഷോപ്പൊക്കെ തുറന്നു വരുന്ന സമയമാണ്. അധികം ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ആഹനിലെ തന്നെ മെയിൻ അട്രാക്ഷനായിട്ട് പറയപ്പെടുന്ന ആഹൻ കത്തീഡ്രൽ, അല്ലെങ്കിൽ ആഹൻ ഓർ ഡ്രോപ്പ് ഡോം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം വളരെ വിജനമായിട്ടാണ് കിടക്കുന്നത്. വെസ്റ്റേൺ മോസ്റ്റ് സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ജർമ്മനിയുടെ ഭൂപ്രകൃതി അറിയാവുന്നവർക്കറിയാം. ജോഗ്രഫിക്കലി ഇതൊരു സൗത്ത് വെസ്റ്റ് എൻഡാണ്. അതായത് നെതർലാൻഡുമായും ബെൽജിയമായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന ജർമ്മനിയിലെ ഒരു സിറ്റിയാണ് ആഹൻ. ആഹൻ ഈ പറയുന്ന പോലെ അത്ര വലിയ സിറ്റി ഒന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം വളരെ വലുതാണ്. ജർമ്മനിയുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ ബെർലിനാണെന്നറിയാമല്ലോ. പക്ഷേ ഇതിനു മുമ്പ് ജർമ്മനിക്ക് പല ക്യാപിറ്റലും ഉണ്ടായിരുന്നു. അപ്പം ജർമ്മനിയുടെ ഒരു പഴയൊരു ക്യാപിറ്റൽ കൂടിയാണ് ആഹൻ. അതിൻ്റെ വളരെയധികം അവശേഷിപ്പുകൾ നമുക്ക് ഈ സിറ്റിയിൽ തന്നെ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സിറ്റി. ഭയങ്കര ചെറുതാണെങ്കിലും ഇതിലെ ബിൽഡിങ്സും മോണുമെൻറ്റ്സും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇപ്പോഴും റോമൻ ഗോത്തിക് സ്റ്റൈലിലുള്ള വളരെയധികം ബിൽഡിങ്സ് ഈ സിറ്റിയിലുണ്ട്. ഒരു ഭയങ്കര റോമൻ ഇൻഫ്ലുവൻസ് ആഹൻ എന്ന് പറയുന്ന സിറ്റിയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ആഹൻ ഒരു കാത്തലിക് സിറ്റിയാണ്. കാത്തലിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല കത്തീഡ്രൽസും ബിൽഡിങ്സും പല പഴയകാല നിർമ്മിതികളൊക്കെ ഈ സിറ്റിയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആഹൻ സിറ്റിക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കത്തില്ല. എംപറർ ഷാർലമൈൻ എന്നൊരു ചക്രവർത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് യൂറോപ്പിലെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അതായത് നമ്മുടെ ഹോളി റോമൻ എംപയറിൻ്റെ ഒരു ഫോറണ്ണറായിട്ട് നമുക്ക് ഈ ചക്രവർത്തിനെ ചരിത്രരേഖകളിൽ കാണാൻ പറ്റും. ആ ചക്രവർത്തിയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ആഹൻ. ഇന്ന് ആഹനിൽ കാണുന്ന ഇവിടെയുള്ള
പല കാത്തലിക് ഓറിയൻറ്റഡ് കത്തീഡ്രൽസ് ആണെങ്കിലും അല്ലെങ്കിൽ പല പാലസുകളാണെങ്കിലും ഇതൊക്കെ ഈ ചക്രവർത്തി നിർമ്മിച്ചാണ്. ചക്രവർത്തിയുടെ കിരീടധാരണം വരെ നടന്നത് ആഹിൽ വെച്ചാണ്. പോപ്പ് ലിയോ ത്രീ ആയിരുന്നു അത് ചെയ്തത്. നമ്മളിപ്പം ഷാർലമെയിൻ നിർമ്മിച്ച ആഹിലിലെ ആ കത്തീഡ്രലിലേക്കാണ് പോകുന്നത്. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു യുനെസ്കോ സ്പോട്ടാണ്. ഏകദേശം 800 AD ബിൽഡ് ചെയ്തൊരു കത്തീഡ്രലാണിത്. അത് കഴിഞ്ഞ് പല സമയങ്ങളിലായിട്ട് കത്തീഡ്രൽ റീബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കത്തീഡ്രലിനകത്ത് ഇപ്പോഴും ഷാർലമെയിൻ്റെ വളരെയധികം ട്രഷേഴ്സൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. സ്വർണ്ണത്തിൽ നിർമ്മിച്ചെടുത്ത ഭയങ്കര ഓൾട്ടറിൽ സൂക്ഷിക്കുന്ന ചില വസ്തുക്കളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചില വിളക്കുകളും ഷാലിമേഴ്സ് അങ്ങനെ പല സാധനങ്ങൾ ഇപ്പോഴും ഈ കത്തീഡ്രലിലെ വളരെ അമൂല്യങ്ങളായിട്ടുള്ള പല വസ്തുക്കളായിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. പിന്നെ കത്തീഡ്രലിൻ്റെ അകത്തെ സ്റ്റൈൽ ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കത്തീഡ്രലിൻ്റെ അകം. അതൊരു റോമൻ ഗോത്തിക് ഡിഫറെൻറ്റ് മെത്തഡോളജീസ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയ കത്തീഡ്രലാണ്. പല കാലങ്ങളിലായിട്ട് പലർ ഈ കത്തീഡ്രലിനെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ കത്തീഡ്രലിന് വളരെയധികം നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇത് റീബിൽഡ് ചെയ്ത് പല സ്റ്റൈലുകൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഇന്നത്തെ കത്തീഡ്രൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കത്തീഡ്രലിൻ്റെ ഉള്ളിൽ വളരെ പീസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ലൈറ്റിങ്ങും മിറർ വർക്ക്സും വളരെയധികം കളർഫുള്ളായിട്ടുള്ള ഒരു തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ വെളിച്ചം തട്ടിക്കഴിയുമ്പോഴത്തേന് കത്തീഡ്രലിനാകും ഫുള്ള് ഭയങ്കര ഗോൾഡൻ യെല്ലോയിഷ് ഷെയ്ഡിലേക്കൊക്കെ മാറും ചില സമയത്ത്. പിന്നെ വളരെ പീസ്ഫുള്ളാണ്. വളരെയധികം ആൾക്കാർ ഇപ്പോഴും കത്തീഡ്രൽ കാണാൻ വരുന്നുണ്ട്. കത്തീഡ്രലിൻ്റെ അകത്ത് തന്നെ ഒരു മ്യൂസിയവും അതിനോടനുബന്ധിച്ചൊരു ട്രഷർ റൂമും വളരെയധികം മോണുമെൻറ്റ്സും കിങ് ഷാർലമെൻ്റെ കല്ലറയും അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പം ഒരു വൺ ടൈം വിസിറ്റ് എന്നതിനേക്കാൾ ഉപരി ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ പറയും ഈ ഒരു കത്തീഡ്രൽ.